നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും നിന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ നിന്റെ ജാതകം എന്റെ കൈ കിട്ടിയിരിക്കും. പരമേശ്വരൻ ചേട്ടന്റെ അമ്മ എന്റെ കയ്യിൽ അണിയിച്ച വള മോക്ക് തരികയാ ഞാൻ. ഈ വളയിൽ നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹവും ആദരവും സകല ഐശ്വര്യങ്ങളും ഉണ്ട്. മോള് കൈ കാണിക്ക്. അപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞുന്നാ കേട്ടോ മോളെ. യാതൊരു കാരണവശാലും വിവാഹം കഴിയുന്നത് വരെ ഈ വള കൈ നൂരി മാറ്റരുത്. ഹലോ, നീ ഇവിടെ എത്തിയായിരുന്നോ? ഓക്കെ ഞാനിപ്പോ പുറത്തേക്ക് വരാം. അങ്ങളെ, ഞാൻ ഇറങ്ങട്ടെ, ഒരു ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ ഉണ്ടാവും? അതെ, ഞാൻ ഋതിക മോളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പതിയെ പോന്നുള്ളൂ. എന്നാ ഓക്കെ, ഋതിക ബൈ. മോള് വാ, ഇരിക്കും മോളെ. ഞാൻ ചടങ്ങ് നടന്ന കാര്യം പരമേട്ടനോടൊന്ന് വിളിച്ചു പറയട്ടെ. അയ്യോ, ഫോൺ കാറില്ല, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. ഒന്ന് ശ്രദ്ധിച്ചു വരണ്ടേ മോനെ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചു വന്നൂടെ? നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണില്ലേ? ഇതെന്താ കുട്ടി നീ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യമുള്ളൂ. എന്താ, എന്തെങ്കിലും പരാതിയുണ്ടോ? എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്. നിങ്ങൾക്ക് മാറിപ്പോയാൽ എന്താ? നീ ഒരു മര്യാദക്കാരൻ ചെക്കനാണെന്നാ ഞാൻ ഓർത്തത്. എനിക്ക് തെറ്റി. അംബികയുടെ മകനല്ലേ നീ? അപ്പോ ആ ഗുണം കുറച്ചു നിനക്ക് കാണാതിരിക്കില്ലല്ലോ. മസിലും പിടിച്ചു തുറച്ചു നോക്കിയാ ഞാൻ പേടിച്ചു പോകുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ അമ്മയെ പേടിച്ചിട്ടില്ല ഞാൻ, പിന്നെയാണോ നിന്നെ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം. അല്ലാതെ വെറുതെ എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറയും. നീ ഒരുപാടങ്ങ് തുള്ളല്ലേ മോനെ. സ്വന്തം നിലയും വിലയും മറന്ന് ആരോട് എന്തു പറയണം, എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ഒരു ഗുണവും ഇല്ലാത്തവനാണ് നീയെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. എടാ ചെക്ക, നീ നിക്കുന്നതേ ശ്രീകലയുടെ മുന്നിലാ. നീ നിന്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്, നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. നിന്റെ അമ്മയെ പോലെ ഭർത്താവില്ലാതെ അനിയന്റെ കുടുംബത്തിൽ കിടന്ന ഔദാര്യം പറ്റുന്നവളല്ല ഈ ശ്രീകല. ഉള്ള കാര്യം പറയാനായിട്ട് ഡെയർ എന്തിനാണ് ചെക്ക? നിനക്കേ എന്റെ പൂർവകാല ചരിത്രം അതറിയാഞ്ഞിട്ട്. നിർത്ത്. ഇപ്പോ ഇവിടെ വച്ച് ഈ പറഞ്ഞതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഒരടി മുന്നോട്ട് വെക്കില്ല. ആഹാ, ഈ പറയുന്ന ദീപക്ക എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഈ ദീപകിന്റെ സ്വഭാവം മഹാപെശക.
യാ എവറിത്തിങ്സ് റെഡി. ഞാനെന്താ പുറപ്പെടുക. ആ ഓക്കെ രാജു, നമുക്കിറങ്ങാം. ഇറങ്ങാം സാർ. ചേട്ടാ, ഉം? ഇന്ന് സത്യപ്രതോളിന്റെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ? അദ്ദേഹത്തിന്റെ മകന്റെ എൻഗേജ്മെന്റ്. നമ്മൾ ഒരുമിച്ച് പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഓ, ഞാനത് മറന്നു. മാത്രമല്ല, ഇന്ന് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം ഒരു സെക്രട്ടേറിയറ്റ് വരെ പോണം. അയ്യോ, അപ്പൊ ചേട്ടന് എൻഗേജ്മെന്റിന് വരാനാവില്ലല്ലോ. അത് സാരമില്ല. ഫംഗ്ഷൻ നിങ്ങൾ പോയാൽ മതി. പൊതുവാളിനെ ഞാൻ ഫോണിൽ വിളിച്ചോളാം. ഞാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വാ രാജു. യാമിനി, മാറി നിക്കടാ. ഇല്ല, സോറി പറയാതെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് വിടില്ല. എന്താടാ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ആ അതെ. ഹ, മാറ്. അവിടെ നിക്കാൻഡി. സോറി പറയാതെ ഒരടി മുന്നോട്ട് വെക്കില്ല. ദീപക്ക പറയുന്നേ. ദീപക്, ഇഡിയറ്റ്, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായോ? വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും നിനക്ക് ഇതുവരെ അറിയില്ലേ? എന്റെ ഫ്രണ്ട് എന്നതിലുപരി ശ്രീകല ഇപ്പൊ നമ്മളുടെ ബന്ധുവാണ്. അത് ശ്രീകലയോട് മോശമായിട്ട് പെരുമാറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ശ്രീകലയോട് മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അഹങ്കാരം ചെറുതൊന്നും അല്ല മോനെ. ഇത്രയൊക്കെ ആയിട്ടും നിന്നെ ഇവിടെ തുടരാൻ ഞാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ചേച്ചി ഓർത്ത് മാത്രം. എന്റെ ചേച്ചി ഒരു കാരണവശാലും വേദനിക്കരുത്. ചേച്ചി വിഷമിക്കാൻ കാരണം ഇനി നീ ആണെങ്കിൽ ദീപക്കെ, ഞാനായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കണ്ടിട്ടാടാ നിലത്തും താഴത്തും നിൽക്കാതെ നീ തുള്ളുന്നേ? രാജുവിന്റെ കുടുംബത്തെ നീ ഇതുപോലെയല്ലേ അപമാനിച്ചത്? എനിക്ക് അവരോട് മാപ്പപേക്ഷിക്കേണ്ട അവസ്ഥ വരെ നീ ഉണ്ടാക്കി. ഇപ്പൊ ശ്രീകലയോടും. നീ ഈ നാട്ടിൽ ഇനി നിന്നാ പോകുന്നത് എന്റെ മാനമായിരിക്കും. പഠിത്തം പാതി വഴിയിലിട്ടിട്ട് എന്തിനാ നീ നാട്ടിലേക്ക് വന്നത്? എനിക്ക് തലവേദന സ്റ്റേറ്റ്സിലും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി നിന്ന് നിന്നെ പുറത്താക്കിയതാണോന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്തായാലും നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ നിന്റെ ജാതകം എന്റെ കൈ കിട്ടിയിരിക്കും. എന്താടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോടാ എങ്ങോട്ടെങ്കിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.